നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് വരാഹി അമ്മയുടെ 9 ദിവസങ്ങൾ, അതെ, വരാഹി നവരാത്രി, ആഷാഢ നവരാത്രി 2025 ആ ദിവസം വരികയാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാനായിട്ട് വഴിപാട് എങ്ങനെ എപ്പോൾ ചെയ്യണം എന്നുള്ള പതിവാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വന്നോളൂ, നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. ഓരോ വർഷത്തിലും ഈ നവരാത്രി ദിനങ്ങൾ വന്നാലും ആ നവരാത്രി ദിവസങ്ങളിൽ മുഖ്യമായ നവരാത്രി ഏതാണെന്ന് നോക്കിയാൽ ആഷാഢ നവരാത്രിയാണ്. ഈ നവരാത്രി വന്നിട്ട് വരാഹി അമ്മയ്ക്കെന്നേ ഉള്ളത്. സോ വരാഹി നവരാത്രി എന്നാണ് ഇത് അറിയപ്പെടുന്നതും. ഇത് സ്ത്രീകൾ വഴിപാട് ചെയ്യേണ്ട മുഖ്യമായ ഒരു നാൾ. ഓരോ വർഷവും ആണിമാസത്തിലെ, അതായത് മിഥുന മാസത്തിലെ അമാവാസി കഴിഞ്ഞ് പ്രഥമ തുടങ്ങി നവമി വരേക്കും 9 നാള് നമ്മൾ വരാഹി അമ്മയ്ക്ക് വഴിപാട് ചെയ്യുന്നു. അതാണ് നമ്മൾ ആഷാഢ നവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത്. പണ്ട് ചോളന്മാരുടെ കാലത്ത് ഈ ആഷാഢ നവരാത്രി എന്നത് വരാഹി അമ്മയ്ക്ക് ഒത്തിരി ആഘോഷമായി നടത്തി വന്നിരുന്നതാണ്. ഓരോ ദിവസവും അമ്മയ്ക്ക് ഓരോ അലങ്കാരം ചെയ്ത് പൂജ ചെയ്തു പോന്നിരുന്നു. എന്തിനായിട്ടാണ് ആഷാഢ നവരാത്രി ദിനം ആഘോഷിക്കുന്നതെന്ന് നോക്കിയാല് മുഖ്യമായും വ്യവസായം വിജയിക്കാൻ വേണ്ടിയാണ്. വയലിൽ വിത്ത് വിതയ്ക്കും മുന്നേ 9 ദിവസം വരാഹി അമ്മനെ പൂജ ചെയ്ത് അതിനുശേഷമാണ് വ്യവസായം ചെയ്യുന്നത്. ഈ മിഥുനമാസം അമ്മയ്ക്ക് മുന്നിൽ പൂജ ചെയ്തിട്ട് വരുന്ന കർക്കടക മാസത്തില് വിത്ത് വിതയ്ക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അതിനു മുന്നേ വഴിപാട് മുറ ചെയ്യുന്നു. ചോളരുടെ കാലത്ത് തഞ്ചാവൂർ കോവിൽ അമ്മയ്ക്കെന്ന് തനിയെ ആഘോഷം നടത്തിയിരുന്നു. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വലിയ ആഘോഷമായിട്ട് തന്നെയാണ് ആഷാഢ നവരാത്രി നടത്തുന്നത്. വ്യവസായം വിജയിക്കാൻ അമ്മയെ പ്രാർത്ഥിക്കുന്നത് എന്തിനെന്ന് കേട്ടാല്, അമ്മയുടെ കയ്യിൽ വന്നിട്ട് കലപ്പയല്ലേ ഇരിക്കുന്നത്. വ്യവസായത്തിനും കലപ്പയാണ് ആവശ്യം. ഈ കലപ്പയെ വരാഹി അമ്മൻ ആയുധമാക്കി വച്ചിരിക്കുന്നു. സോ അമ്മയെ പൂജിച്ചിട്ട് വിതച്ചാല് വ്യവസായം വളർന്ന് വിജയിക്കും എന്നത് ഒരു ഐതിഹ്യമായി കണക്കാക്കപ്പെടുന്നു. ശരി, ഇപ്പോൾ ഇനി നമുക്ക് ഡൗട്ട് വരുമല്ലോ, ഞങ്ങൾ വ്യവസായം ഒന്നും ചെയ്യുന്നില്ല, വ്യവസായത്തിന് മാത്രമായാണോ ആഷാഢ നവരാത്രി എന്നത്? ഒരിക്കലുമല്ല. നമുക്ക് എന്താവശ്യമിരുന്നാലും നമ്മൾ ഈ ആഷാഢ നവരാത്രി 9 ദിവസവും വ്രതമിരുന്നാല് 9 നാളും എളിമയായി അമ്മയ്ക്ക് പൂജ ചെയ്താല് നമ്മുടെ എല്ലാവിധ വേണ്ടുതലും നിറവേറ്റി നമ്മുടെ ജീവിതം ഉന്നതിയിലെത്തിക്കും നമ്മുടെ വരാഹിയമ്മ. ആ വകയിൽ ഈ വർഷം, അതായത് 2025 ആഷാഢ നവരാത്രി എപ്പോൾ ആരംഭിക്കുന്നെന്ന് ചോദിച്ചാല് ജൂൺ 26 വ്യാഴാഴ്ച തുടങ്ങി 9 നാള്, അങ്ങനെ നോക്കിയാല് ജൂലൈ 4 വെള്ളിയാഴ്ച വരെയും ഇരിക്കുന്നുണ്ട്. ജൂൺ 26 ടു ജൂലൈ 4. സോ ഫസ്റ്റ് ഡേ വന്നിട്ട് പ്രഥമ, 26 വ്യാഴം. അന്നു മുതല് നമ്മൾ വരാഹി അമ്മയ്ക്ക് പൂജാ വഴിപാട് ചെയ്യാവുന്നതാണ്. ഇപ്പോ കലശം വച്ച് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളുക. അതല്ലേല് പടമോ ശിലയോ ഇരുന്നാല് അത് വെച്ചും ചെയ്യാം. ഇത് രണ്ടും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പഞ്ചമി നാളില് അമ്മയ്ക്ക് എങ്ങനെയാ വഴിപാട് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അമ്മയെ വഴിപാട് ചെയ്ത് പൂജ ചെയ്തോളുക. ദീപരൂപത്തിലും നമുക്ക് വരാഹി അമ്മയെ 9 ദിവസവും വഴിപാട് ചെയ്യാവുന്നതാണ്. ദെൻ സെക്കൻഡ് ഡേ വന്നിട്ട് ദ്വിതീയ, അത് 27th.
ധർമ്മശക്തിയുടെ രൂപത്തില് ആണ് അന്നത്തെ ദിവസം അമ്മ ഇരിക്കുന്നത്. അന്ന് നമ്മൾ അമ്മയെ വഴിപാട് ചെയ്യുമ്പോൾ അമ്മയുടെ ബ്ലെസ്സിങ്സ് നമുക്ക് പൂർണ്ണമായിട്ടും വന്നു ചേരുന്നതാണ്. ദെൻ തേർഡ് ഡേ, തൃതീയ 28th, അന്ന് അരുൾ ശക്തി എന്ന രൂപത്തില് അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവിധമായ ആശീർവാദവും അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ്. ദെൻ ഫോർത്ത് ഡേ 29th, ചതുർത്ഥിയാണ്. അപ്പോൾ അന്നദാന ശക്തി രൂപമാണ്. അന്ന് നമ്മൾ അന്നദാനം ചെയ്താല് അതിനുണ്ടാകുന്ന ബലം നമുക്ക് 100 ഇരട്ടിയാണ്. അറിയാവല്ലോ, നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ഒരാളിന് കൊടുത്താല് അതിൽ പുണ്യം വേറൊന്നുമില്ല എന്നാണ്. സോ അന്ന് നമ്മൾ അമ്മയെ അങ്ങനെ ആരാധിക്കുക. ദെൻ ഫിഫ്ത്ത് ഡേ, ദാറ്റ് ഈസ് 30th, അന്ന് പഞ്ചമിയാണ്. പഞ്ചമി നാൾ നമുക്ക് വളർപ്പിറ പഞ്ചമിയാണ്. നമുക്ക് നല്ല വിദ്യാശക്തി രൂപമായിരിക്കുന്നതിനാല് അമ്മ നമ്മളെ അകമഴിഞ്ഞ് അനുഗ്രഹിക്കുന്ന ദിവസം. ഇനി 6th ഡേ എന്നാല് ജൂലൈ 1st, അത് ഷഷ്ടി തിഥിയാണ്. വീര്യശക്തിക്ക് വഴിപാട് കൊടുക്കുന്ന ദിവസം. അങ്ങനെ ചെയ്യുന്നതിനാല് വീര്യം നമുക്ക് കിട്ടുന്നതാണ്. ഇനി 7th ഡേ എന്നാല് സപ്തമി, ജൂലൈ 2nd, ഐശ്വര്യം വരാനായിട്ട് അമ്മയ്ക്ക് വഴിപാട് ചെയ്യുന്ന ദിവസം. സോ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും അമ്മ പ്രദാനം ചെയ്യും. ഇനി 8th ഡേ, ജൂലൈ 3rd, അഷ്ടമി, സൗമ്യം, സമാധാനം എന്നിവയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് വഴിപാട് ചെയ്യുന്ന ദിവസം. കുടുംബ ഐക്യം എല്ലാ സമാധാനത്തോടെയും നമുക്ക് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസം. നമുക്ക് സന്തോഷവും സമാധാനത്തോടും കൂടിയ ഒരു കുടുംബജീവിതം കിട്ടാനും കുടുംബ ഐക്യത്തിനും വേണ്ടി അമ്മ നമുക്ക് എല്ലാ അനുഗ്രഹവും വാരിക്കോരി തരും. ഇനി വന്നിട്ട് 9th ഡേ, ലാസ്റ്റ് ഡേ, ജൂലൈ 4th, അത് നവമി, സിദ്ധിശക്തി രൂപം ആയിരിക്കുന്നത്. നമ്മള് അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അമ്മ നിറവേറ്റി തരും. 9 നാളുകളും വ്രതമിരുന്ന് വരാഹിയമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ആവശ്യത്തിനായിട്ട് അത് ചെയ്യുന്നുവോ അതിന്റെ ഫലം 100 ഇരട്ടി മഹിമയായിട്ട് അമ്മ നമ്മുടെ കൈക്കുള്ളിൽ തന്നെ വെച്ച് തരും. വരാഹിയമ്മയുടെ ദിവസമാണ് ആഷാഢ നവരാത്രി. ഇപ്പോൾ നമുക്ക് 9 ദിവസം വ്രതമിരിക്കാൻ പറ്റില്ലാച്ചാല്, ഇപ്പോ സ്ത്രീകൾക്കെന്ന് നോക്കിയാല് പീരിയഡ്സ് ടൈം അങ്ങനെയൊക്കെ വരുംല്ലേ, അപ്പോ അവർക്കത് 9 ദിവസം കണ്ടിന്യൂ ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ മുഖ്യമായും 2 ദിവസങ്ങൾ നിങ്ങൾ വിടാതെ എടുത്തോളുക. ആ 2 ദിവസം ഏതൊക്കെയെന്ന് ചോദിച്ചാല്, ഒന്ന് പഞ്ചമി 5th ഡേ, അടുത്തത് 8th ഡേ അഷ്ടമി. ഇത് രണ്ടും നിങ്ങൾ മറക്കാതെ വിട്ടുകളയാതെ ഈ 2 ദിവസമെങ്കിലും നിങ്ങൾ വ്രതം ഇരുന്നോളുക. അത് 9 ദിവസം വ്രതം ഇരിക്കുന്നതിന് തുല്യമായ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ ഇനി എങ്ങനെയാണ് എന്ന് ചോദിച്ചാല്, എപ്പോഴും പോലെ നിങ്ങൾ രാത്രി തന്നെ വഴിപാട് ചെയ്തോളുക. പഞ്ചമിക്ക് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നുവോ അതുപോലെ തന്നെ ചെയ്യുക. അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ശിലയോ ഒക്കെ ഉള്ളവര് അത് അനുസരിച്ച് പൂജ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിയാവല്ലോ. അമ്മയ്ക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ വെച്ചോളുക. മണ്ണിനടിയിൽ വിളയുന്ന കിഴങ്ങുകള്, മരച്ചീനി കിഴങ്ങ്, മധുരക്കിഴങ്ങ്, അങ്ങനെയൊക്കെയുള്ളത്, പൊട്ടറ്റോ, അതൊക്കെ വെച്ചോളുക. പിന്നെ മാതളം, ക്യാരറ്റ്, അങ്ങനെയൊക്കെയുള്ള ഓറഞ്ച്, ആപ്പിള്, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് വെച്ചോളുക. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ വെച്ചോളുക. ഈ 9 ദിവസം എത്ര വഴിപാട് ചെയ്താലും അത്രയും നമുക്ക് ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫലങ്ങളായിരിക്കും അമ്മ കൊണ്ടുതരുന്നത്. നമ്മൾ ജെനുവിനായിട്ട് പ്രാർത്ഥിച്ചാല് തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കും. അതായത് കൈയിന്മേൽ, കൈക്കുള്ളിൽ കൊണ്ടുവന്ന് തരുമെന്ന് പറയുന്നില്ലേ, അത് ഉറപ്പായിട്ടും അമ്മ കൈക്കുള്ളിൽ കൈ പിടിച്ച് തുറന്ന് അമ്മ അതുക്കുള്ളിൽ വച്ചു തരും. നമ്മുടെ കൺകണ്ട ദൈവം വരാഹിയമ്മ, നമ്മളെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കുന്ന മഹാശക്തി
അമ്മയുടെ ഈ 9 ദിവസങ്ങളും നിങ്ങൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് പറ്റുന്ന വഴിപാട് ചെയ്ത് അമ്മയെ പ്രാർത്ഥിച്ചോളുക. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടന്നിരിക്കും, അതിന് യാതൊരു ഡൗട്ടുമില്ല. വ്രതശുദ്ധിയോടെ നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ നിങ്ങൾ അമ്മയ്ക്ക് ഈ 9 ദിവസവും ഈ ആഷാഢ നവരാത്രി ദിനങ്ങളിൽ രാത്രി ഇരുട്ടിയതിന് ശേഷം, അതായത് വൈകുന്നേരം ഇരുട്ടിയതിന് ശേഷം 7 മണിക്ക് മേലെ അമ്മയ്ക്ക് പൂജ ചെയ്തോളുക. അത് പഞ്ചമി തിഥിയിൽ നമ്മൾ എങ്ങനെയാണോ പൂജ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തോളുക. അതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്കതെല്ലാം അറിയാവുന്ന കാര്യങ്ങളുമാണ്. നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാതെ 9 ദിവസവും വ്രതമിരുന്ന് നിങ്ങൾ അമ്മയ്ക്ക് പൂജ ചെയ്തു നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും അമ്മ നിങ്ങൾക്ക് കൈവെള്ളയിൽ കൊണ്ടുവന്ന് വെച്ചു തരും. ഇനി പഞ്ചമി തിഥി അപ്ഡേറ്റ് പറയാം. പഞ്ചമി തിഥി വരുന്നത് 30-ാം തീയതിയാണ്. 29-ാം തീയതി 7 മണിയോട് കൂടി പൂജ, വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിനുശേഷം വരുന്ന പേരുകൾ എടുക്കാൻ പറ്റില്ല. ആഷാഢ നവരാത്രി നടക്കുന്നതിനാല് ഇത്തവണ പഞ്ചമി തിഥിക്ക് പൂജ, വഴിപാട് പേരുകൾ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിറയെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് യാതൊരു മാറ്റവും ഇല്ല. പഞ്ചമി തിഥിക്ക് പൂജ, വഴിപാട് എല്ലാം നെയിം കൊടുക്കേണ്ടവർക്ക് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോസ് മുന്നേ കാണുന്നവർക്ക് ഇതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം അറിയാം. എന്നാൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ റിപ്ലൈ ആയിട്ട് ഓൾ ഇൻഫർമേഷൻസും തരുന്നതാണ്. ആദ്യം നിങ്ങൾ എന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക, അറിഞ്ഞോളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേരുകൾ കൊടുക്കുന്നവര് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. ഇന്നത്തെ പതിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെന്ന് തോന്നിയാല് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒരു ലൈക്കും കൂടെ തരണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.